കാഫറിൽ റിബേഷും അറസ്റ്റിൽ. കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആളാണിപ്പോൾ റിബേഷ്. ഈ വാർത്തയുടെ വിവരങ്ങൾ അഭിജിത്ത് മുഴക്കുന്നാണ് നൽകുന്നത്. അഭിജിത്ത്, അപ്പോൾ ജിതിൻ ഭാസ്കറിനും അമലിനും പിന്നാലെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണനും അറസ്റ്റിലായിരിക്കുന്നു. അഭിജിത്ത്. അതെ ഷിഹാസ്, കാഫർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഉയർന്നു കേട്ട പേരാണ് റിബേഷ് രാമകൃഷ്ണന്റേത്. ഈ റിബേഷ് രാമകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് SIT. നേരത്തെ ഇയാൾക്ക് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതാണ്. അതിനാൽ തന്നെ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. ഇതിലിപ്പോൾ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ഡിവൈഎഫ്ഐ നേതാവാണ് റിബേഷ് രാമകൃഷ്ണൻ. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജിതിൻ ഭാസ്കർ, അമൽ എന്നീ ഡിവൈഎഫ്ഐ നേതാക്കളെ SIT അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി റിബേഷ് രാമകൃഷ്ണൻ കോടതിയെ സമീപിക്കുന്നതും പിന്നാലെ ഇയാൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതും. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ പ്രതി ചേർത്തുകൊണ്ട്, കേസിൽ രണ്ടാം പ്രതിയാക്കി ചേർത്തുകൊണ്ട് SIT ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് ഹാജരാകാൻ എത്തിച്ചേരണമെന്നാവശ്യപ്പെട്ട് ഒരു നോട്ടീസും SIT റിബേഷ് രാമകൃഷ്ണന് നൽകിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് DYSP മനോഹരന് മുൻപാകെ റിബേഷ് രാമകൃഷ്ണൻ ഹാജരാകുന്നതും തുടർന്നിപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ജാമ്യത്തിൽ വിട്ടയക്കുന്നതും. ഇതിൽ SIT കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി ഗ്രൂപ്പുകളിലേക്ക് റിബേഷ് രാമകൃഷ്ണൻ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ഈ ജിതിൻ ഭാസ്കർ തയ്യാറാക്കുന്നു. അതിനുശേഷം റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിലേക്കാണ് റിബേഷ് രാമകൃഷ്ണൻ കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നത്. അമൽ എന്ന വ്യക്തിയും അമൽ എന്ന ഡിവൈഎഫ്ഐ നേതാവും നിരവധി ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതിയാക്കുന്നതും അങ്ങനെ ഇവരുടെ അറസ്റ്റ് നടപടികളിലേക്ക് SIT കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഇനിയിപ്പോൾ SIT മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ SIT അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സ്ക്രീൻഷോട്ട് ജിതിൻ ഭാസ്കർ ഉണ്ടാക്കുമ്പോഴും അതിനുവേണ്ട പിന്തുണ മറ്റാരെങ്കിലും നൽകിയിട്ടുണ്ടോ, ഉയർന്ന CPM നേതൃത്വത്തിൽ ആരെങ്കിലും ഈ രീതിയിലുള്ള പിന്തുണ ഇവർക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അറസ്റ്റും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ SIT വ്യക്തമാക്കുന്ന കാര്യം. ആരിലേക്കൊക്കെ ഈ കേസ് ഇനി വരും ദിവസങ്ങളിൽ കടക്കും എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.